എത്ര ക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുന്നു ഇവര്. അത് ന്യായീകരിക്കുന്ന കുറച്ച് ന്യായിക തൊഴിലാളികളെ ചാനലിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ട് പോയവരോട് പുച്ഛം തോന്നുന്നു. മനുഷ്യനെ അല്ലേ കൊന്നത്, നിങ്ങളുടെ മക്കളെ അല്ലേ കൊന്നത്. നമുക്ക് അതിനോട് യോജിക്കാനും കഴിയില്ല. അത് ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു. ഏതായാലും ആ പാർട്ടിയിലെ ചില വ്യക്തികൾ ന്യായീകരിച്ചെങ്കിലും മുഖ്യമന്ത്രി ന്യായീകരിച്ചില്ല. അത് കൃത്യമായ ഒരു മർഡർ ആണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് CBIക്ക് വിട്ടുകൊടുത്തു. ന്യായം ലഭിക്കില്ല ആ കുട്ടിക്ക്, ആ വീട്ടുകാർക്ക്. അതുകൊണ്ട് തന്നെ CBIക്ക് ഈ അന്വേഷണം വിട്ടുകൊടുക്കാൻ അദ്ദേഹം ഒരു അമാന്തവും കാണിച്ചില്ല. പേരൻസിന്റെ, മാതാപിതാക്കളുടെ ആ റിക്വസ്റ്റ് അതേപടി അംഗീകരിച്ച് ഉടൻ തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ ആന്റി റാഗിങ്ങുകാര് അവർ നടത്തിയ റിപ്പോർട്ട് 97 പേരെ ചോദ്യം ചെയ്തിട്ടാണ് വെറുതെ ഒരു റിപ്പോർട്ട് തയ്യാറാണ്. നല്ല എക്സലന്റ് റിപ്പോർട്ട് തന്നെ അത്. കാരണം പോലീസ് 18 പേരെ പ്രതി ചേർത്തപ്പം ആ 18 പേരും ഈ ആന്റി റാഗിങ്ങിൽ എവിടെയെങ്കിലും വെച്ച് സിദ്ധാർത്ഥനെ അടിച്ചവരാണെന്ന് അവർ കണ്ടെത്തിയിട്ട് അത് കൂടുതൽ എവിഡൻസ് ഇതിനകത്ത് ആവശ്യമില്ല. കാരണം ഇനി മരണത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മുടെ വീടുകളിൽ എവിടെയായാലും ശരി, നമ്മൾ പിടയുന്ന രീതിയിൽ ആരെങ്കിലും തൂങ്ങിയൊക്കെ കാണുമ്പോൾ സാധാരണ അഴിക്കുകയുള്ളൂ. ഒരാള് തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവരാരും അഴിക്കില്ല. അസാമാന്യ ബോധമുള്ളവരാണ് ഇവര്. കാര്യം ഡോക്ടറേറ്റുള്ള ആ ഡീന്, ഡോക്ടറേറ്റുള്ള അവിടുത്തെ വാർഡന്, ഡോക്ടറേറ്റുള്ള അവിടുത്തെ രജിസ്ട്രാർ, ഇവരൊക്കെ പ്രതിയാക്കിയേ പറ്റുള്ളൂ. കേരളത്തിൽ കുറെ നാളുകൊണ്ട് ഈ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാര് കുറെ അധികം അട്രോസിറ്റീസ് കോളേജുകളിലും ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അതിനോടൊരു വിരാമം ഇതോടൊരു വരണം. തീർച്ചയായിട്ടും അത് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം ഈ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് BJPക്കാരെ ഒരു പ്രകടനം സെക്രട്ടറിയിലേക്ക് നടത്തി. BJPയിലെ ചെറുപ്പക്കാരായ ആൾക്കാര് ആ വീടിന്റെ മുമ്പിൽ വന്നിട്ട് മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് യാത്ര അവര് നടന്ന് സെക്രട്ടേറിയറ്റിന്റെ അവിടെ വന്നു എന്നുള്ളതാണ്. 10-20 കിലോമീറ്റർ നടന്ന് അവര് വന്ന് സെക്രട്ടേറിയറ്റിൽ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ട് പോയി. തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതിഷേധിച്ചു. അവര് ആ ഒരു പ്രതിയുടെ അമ്മ ഡോക്ടർ ബിന്ദു സുന്ദർന്ന് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് പറയുന്നു. അവരുടെ മകനാണ് ഒരു പ്രതി. അതുകൊണ്ട് അവരുടെ വീട്, അവർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുറുക്കോടുള്ള വീടിനടുത്താണ്. അവരുടെ മുൻവശത്തിരുന്ന ആ ബോർഡ് യൂത്ത് കോൺഗ്രസ് വലിച്ചിറക്കി ദൂരെ എറിഞ്ഞു. അവരുടെ മുറിയിലിരുന്ന് അവരുടെ ക്വാളിഫിക്കേഷൻ പ്രത്യേകം അവരുടെ പേരും പ്രദർശിപ്പിച്ച ആ ബോർഡും എടുത്ത് അവർ വലിച്ചെറിഞ്ഞു. പ്രതിഷേധം അതിശക്തമാണ്. കേരളത്തിലെ ഈ 18 പ്രതികളുടെ വീടുകളിൽ പ്രതിഷേധം ഉണ്ടാകും. അതുകൊണ്ട് പോലീസ് അവർക്ക് വേണ്ടതായ പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സൈബർ സെല്ലിന്റെ ഒരു ഹെൽപ്പ് കൽപ്പറ്റ DYSPയും മറ്റവരും തേടിയിരുന്നു. കാരണം അതിനകത്ത് എന്തുമാത്രം ദൃശ്യങ്ങൾ ഈ കൊലപാതകത്തെ പറ്റി ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സൈബർ സെല്ലിനെ അവര് സമീപിച്ചത്. ഇത് അന്വേഷണം പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുപോലെ സിൻജോ ജോൺസ് കരാട്ടക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ ആദ്യത്തെ ചവിട്ടിൽ തന്നെ ഇയാൾ മലനടിച്ച് വീണ് ബോധം കിട്ടുമെന്ന് പറയുന്നു. ഒറ്റ ചവിട്ട് കൂടാതെ അയാളെ കഴുത്തിൽ പിടിച്ച് ഇയാളുടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരന്റെ കൈ കൊണ്ട് കഴുത്തിൽ പിടിച്ച് ഞെക്കി ശ്വാസതടസ്സം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് യാഥാർത്ഥ്യം എന്താണ് നടന്നതെന്ന് CBI വരുമ്പം മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. കൊല്ലുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തനിക്ക് മരണത്തിലേക്ക് അവര് ചിലപ്പോൾ അയച്ചേക്കുമെന്ന് സിദ്ധാർത്ഥന്റെ മനസ്സിൽ തോന്നുന്നത് ആ പീഡനം മുഴുവൻ സഹിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ ആ മർദ്ദനം മുഴുവൻ ഏറ്റുവാങ്ങിയ കുട്ടി. കാരണം താൻ എപ്പോഴും കൊല്ലപ്പെടാം, കാരണം വീട്ടിലേക്ക് പോയാൽ തന്നെ എറണാകുളത്ത് നിന്ന് തിരിച്ചു വിളിച്ച് കൊല്ലാനാണെന്ന് ആ കുട്ടിക്ക്. കാരണം മർദ്ദിക്കും, ഭീകരമായിട്ട് മർദ്ദിക്കും. SFIക്കാർ മുഴുവൻ രംഗത്ത് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിച്ച് ആ കോളേജിൽ പഠനം പൂർത്തിയാക്കണമല്ലോ, അതുകൊണ്ട് സഹിച്ചേക്കാം എന്ന് കരുതി പാവം വന്ന് അത് കൊലപാതകത്തിലേക്ക് പോവുകയും ചെയ്തു. കേരളം കണ്ടിട്ടില്ലാത്ത ഈ ക്രൂരമായ ഈ കൊലപാതകം നടത്തിയത് ആ സഹപ്രവർത്തകരും അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുന്നവരുമാണെന്നുള്ളതാണ്. ആ കുട്ടികളുടെ മാനസികമായ വളർച്ച
ആ മാതാപിതാക്കളെ എങ്ങനെയാണ് ഈ ലെവലിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ കൂടെ ക്ലാസ്സിലുള്ള ഒരാളെ ആ കുട്ടിയുടെ ഒപ്പം അവരുടെ വീടുകളിൽ വന്ന് സന്ദർശിച്ച് അവിടെ വന്ന് കിടന്നവന്മാര് പിന്നെ ആ കുട്ടിയെ കൊല്ലാനുള്ള മനസ്സ് എങ്ങനെ വരുന്നു? മൃഗങ്ങൾക്ക് പോലും അങ്ങനെ ഒരു വാസന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും CBIക്ക് വിട്ടു, സത്യങ്ങൾ നമുക്കിനി മനസ്സിലാക്കാൻ സാധിക്കും.